എങ്ങോട്ടാ? ഇച്ചു അതിന് കൂണ് കണ്ടോ? എവിടെയുള്ള? ദൂരെയോ? ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ രാവിലെ എണീറ്റ് തന്നെ അപ്പുറത്തെ അമ്മയുടെ കൂണിനെ കുറിച്ചുള്ള സംസാരം കേട്ടിട്ടാണ് കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, ചാടി എണീറ്റ് പുറത്തേക്ക് വന്നപ്പോഴതാ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനും ചേച്ചിയും വീടിൻ്റെ നേരെ മുന്നിലുള്ള തോട്ടത്തിലിരുന്ന് കൂൺ പറിക്കിയിരുന്നു കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു കൊട്ടയും വടിയും എടുത്ത് നമ്മളും പോയി കേട്ടോ കൂൺ പറിക്കാനായിട്ട്. ഇവിടെ ഇതാണ്ടോ നിറയെ കൂണുണ്ടായിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി അരിക്കൂണാണ്. നിറയെന്ന് വെച്ചാൽ നിറയെ വിശാലമായി കിടക്കുന്ന തോട്ടത്തിൽ നിറയെ ഉണ്ടായിരിക്കുകയാണ് കേട്ടോ. അപ്പം കണ്ടിട്ട് കൊതിയാവുകയാണ്, അത്ര ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം ചേട്ടനും ചേച്ചിയൊക്കെ ആവശ്യത്തിന് പറിച്ചെടുത്ത് ഇനി പറിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ അവരിട്ടിട്ട് പോയി കേട്ടോ. പിന്നെ നമ്മൾ തുടങ്ങി. അപ്പോൾ ഇതാ ഒരുപാട് കൂണിങ്ങനെ ഉണ്ടായിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല കാടൊക്കെ വളർന്ന് നല്ല കാടുള്ള തോട്ടമാണ് കേട്ടോ. അപ്പം പേടിയുണ്ട്, കാരണം ഈ തോട്ടത്തിൽ നല്ല പാമ്പൊക്കെ ഉള്ളൊരു തോട്ടമാണ്. അങ്ങനെ ഒന്നും നോക്കിയില്ല, ഞാനും അമ്മയും കൂടെ കൂൺ പറിച്ചു തുടങ്ങി. ഒരല്പം നന്നായിട്ട് വിരിഞ്ഞു പോയി കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ട് മുന്നിൽ എന്ന് വെച്ചാൽ തൊട്ടടുത്തുണ്ടായിട്ട് ഞങ്ങളിത് അറിഞ്ഞില്ല കേട്ടോ. അപ്പുറത്തെ വീട്ടുകാർ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളിത് അറിയുന്നത്. അപ്പം തലേന്ന് രാത്രി ഒരു മഴയും കൂടെ പെയ്തുകൊണ്ട് ഒരു ചെറിയ കളർ വ്യത്യാസമുണ്ട്, പക്ഷെ കേടായതൊന്നുമല്ല, അടിപൊളി കേടാണ്. അങ്ങനെ ഞങ്ങൾ കൂൺ പറിച്ചുകൊണ്ടിരിക്കുമ്പോഴുണ്ട് ഞാനും എണീറ്റ് ഓടി വരുന്നു കൂൺ പറിക്കാനായിട്ട്. ഞാനിക്കും ഇച്ചൂട്ടനും അയച്ചുവിനും ഒക്കെ കൂൺ പറിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ അയച്ചുമോൾ എണീറ്റില്ല. അപ്പോഴേക്കും ഇച്ചൂട്ടനും പതിയെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പതിയെ എണീറ്റ് വരുന്നുണ്ട് കൂൺ പറിക്കാൻ. അമ്മമ്മ വേഗം സ്പീഡിൽ കൂൺ പറിച്ചെടുക്കുകയാണേ. അപ്പോൾ ഇതാ ഒരുപാട് കൂണുണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് എത്രത്തോളം എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇത് വലിയൊരു തോട്ടമാണ്. ആ തോട്ടത്തിൻ്റെ മുക്കിലും മൂലയിലും ഒന്നും പറയണ്ട, ഇത്രയും കൂൺ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. അത്രയും ഉണ്ടായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു 10 പേര് വന്ന് പറിച്ചാലും തീരില്ല, അത്രയും കിടക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ തോട്ടത്തിൻ്റെ ഉള്ളിലായതുകൊണ്ട് കുറച്ച് അങ്ങോട്ടൊക്കെ പോകാനും നല്ലൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഓരോ കൂണുകളായിട്ട് നമ്മൾ പറിച്ചെടുത്തു. അരിക്കൂണാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ് ഈ അരിക്കൂണിന്. ഇതാണ്ടോ നല്ല ഇത് അമ്മ ലാസ്റ്റ് കാട് കൂണിട്ടിട്ട് വരാനുള്ള സങ്കടം കൊണ്ട് കാടൊക്കെ വെട്ടിത്തളിച്ച് കൂൺ പറിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പം ആ കാടൊക്കെ വെട്ടിത്തളിച്ചത് ആ കൂൺ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കിയേ എന്ത് ചെയ്യുന്നേ? ആണോ? നിങ്ങൾ രണ്ടുപേരും കൂണ് പറിച്ചിട്ട് നിങ്ങൾ കൂണ് കഴിക്കില്ലല്ലോ. നാനി കഴിക്കുവോ? അതെന്താ? കൂണ് ഇഷ്ടമല്ല? ഇച്ചുവിനോ ഇഷ്ടമല്ല? കൂൺ സൂപ്പറാ, പിന്നെന്താ തിന്നാത്തെ? പറിക്കാൻ ഇഷ്ടമുള്ളൂ? ഫുള്ളുണ്ടോ? എന്നാ പറിച്ച് കിട്ടുന്നുണ്ടോ? രാധമ്മ അവിടെ പറിക്കുന്നുണ്ട്. കാണിച്ചു തരണോ? ഇവിടെയോ? അവിടെ രാധമ്മ പറിക്കുന്ന നോക്കിയാലോ? എന്നാ മുള്ളൊക്കെ ഉണ്ട് കേട്ടോ. അമ്മ വാ, അമ്മേൻ്റെ അടുത്ത്. കൂൺ ചവിട്ടരുത്, ഇതിലെ വാ, ഇതിലെ കൂടെ വാ. ഇത് കാപ്പി മരമാണ്. ഇത്ര കിട്ടിയ ഇച്ചിങ്ങോട്ട് വെക്ക്. ഇച്ചിങ്ങോട്ട് വെക്ക്. അങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള കൂണൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇതിനും ഞാനീ ചൂട്ടനും പറിച്ച കൂണൊക്കെ വീട്ടിൽ കൊണ്ടുപോയിക്കാണ് കേട്ടോ. അങ്ങനെ കൊട്ടക്കണക്കിന് കൂണും പറിച്ച് നമ്മൾ പോവുകയാണ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.